ശ്രീ ശ്രീജിത് പണിക്കർ, ശബരിമല തെരഞ്ഞെടുപ്പിൽ ഏശിയില്ല, ഞങ്ങൾ തിരിച്ച് ബി.ജെ.പിയുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ പിടിച്ചു എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറി തന്നെയാണ് പറയുന്നത്. പാരടി ഗാനം ഇറക്കിയത് രാഷ്ട്രീയ തന്ത്രമാണ്. പാരടിക്കെതിരെ പരാതികളൊക്കെ പോയിട്ടുണ്ട്. പാരടി പ്രതിയാകും അവസാനം പരാജയത്തിന്. ഫ്ലാഷ് ബാക്ക്. നമ്മൾ പണ്ട് ഓർക്കുന്നുണ്ടാകും, ശ്രീ കെ കരുണാകരന്റെ കാറിന്റെ വേഗതയെക്കുറിച്ച് വലിയ വിമർശനം ഒരു കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിനെ പാരടിയാക്കിക്കൊണ്ട്, എനിക്ക് തോന്നുന്നത് കൊച്ചിൻ കലാഭവനാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതേപോലെ തന്നെയുള്ള ഒരു ട്രൂപ്പ് ആയിരിക്കാം, പണ്ട് ഇറക്കിയിരുന്ന ഓഡിയോ കാസറ്റുകളിൽ മന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞിട്ട് സ്വാമിയെ അയ്യപ്പോ എന്നുള്ള അതേ ട്യൂണിൽ തന്നെ ഒരു പാരടി പാട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവിടെ ഏതെങ്കിലും ഹിന്ദുവിന്റെ വികാരത്തിനെ ഒന്നും തന്നെ അന്ന് വ്രണപ്പെടുത്തിയിട്ടില്ല. സാധാരണ ആൾക്കാരൊക്കെ തന്നെ ഇതിനെ അതിന്റെ സെൻസിലാണ് കാണുക. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു തമാശ ആർക്കെങ്കിലും വേദനിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കൊണ്ടു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആ പാട്ട് വിജയിച്ചു, അതിന്റെ അർത്ഥം, അതിന്റെ മ്യൂസിക്, അതൊക്കെ തന്നെ അവർക്ക് വളരെ സാരമായിട്ടുള്ള ഒരു ഷോക്ക് അവർക്ക് നൽകി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് ഇതിന്റെ ഒരു എന്താ പറയുക, ഒരു ഔട്ട് ബേഴ്സ്റ്റ് എന്ന രീതിയിലേക്ക് മാത്രമേ അതിനെ കാണാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ പാരടി പ്രതിയാകേണ്ടുന്ന ഒരു സാഹചര്യമില്ല, അങ്ങനെ ആരും കരുതുന്നുമില്ല. ഞങ്ങൾ അങ്ങനെ അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. നോക്കട്ടെ, അന്വേഷണം പൂർത്തിയാവാതെ നടപടിയെടുക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഇപ്പം ഉടനെ നടപടിയെടുക്കണം താങ്കൾക്ക് വായിക്കുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായി അകത്ത് കിടക്കുകയും ജാമ്യാപേക്ഷ നിരസിക്കുകയും ശബരിമലയിലെ 30 കിലോയിലധികം വരുന്ന സ്വർണം കൊള്ള നടത്താൻ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തിയെന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്ന, അതിൽ ഇപ്പോൾ നടപടികൾ നേരിടുന്ന പത്മകുമാറിനും വാസുവിനും CPM എന്തുകൊണ്ട് രാഷ്ട്രീയ സംരക്ഷണം തുടരുന്നു എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമില്ല. എപ്പോൾ നടപടിയെന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമില്ല. വലിയ രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടായതിനു ശേഷം പോലും പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിന് വാദി ചിരിച്ചു പതിവ് പോലെ താത്വിക അവലോകനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞു തീർത്ത വാക്കുകളാണ് കേട്ടത്. സമാധാനമായ